ഹലോ എല്ലാവർക്കും പൾപ്പിറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് HSSTയുടെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ കിട്ടും. സോ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമ്മള് PYQ സീരീസ് ആണ് പ്ലാൻ ചെയ്തത് 1-ാം തീയതി തൊട്ട് 6-ാം തീയതി വരെ. അപ്പം ഇന്ന് ലൈവിൽ ചെറിയ ടോട്ടലി ഡൗൺ ആണെന്നാണ് അറിയുന്നത്. സോ വെച്ച് നീട്ടണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മൾ ആ ഒരു PYQ സീരീസ് തുടങ്ങുവാണ്. ഇന്ന് എൻ്റെ കൾച്ചറൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വരുന്ന ദിവസങ്ങളിൽ ജനറൽ പേപ്പർ തൊട്ട് ലിംഗ്വിസ്റ്റിക്സ് തൊട്ട് എല്ലാം നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് ഈ 1 തൊട്ട് 6 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഭീകരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ലൈവ് സീരീസ് ആയിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കൾച്ചറൽ സ്റ്റഡീസ് ഒരുപാട് പേര് പേടിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ വളരെ ലൈറ്റ് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് കൾച്ചറൽ സ്റ്റഡീസ്. അപ്പം യൂഷ്വലി നമ്മൾ ഒരു ചാനലിൽ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലാസ് ഫ്രീ ക്ലാസ് കൊടുത്താൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരാറില്ല. ഇവിടെ നിങ്ങൾക്ക് വിഷ്വൽ പ്ലഷറിന്റെ സമ്മറി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂട്യൂബ് മാത്രം ആശ്രയിച്ച് പഠിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ടോപ്പിക്കിലെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് PYQ പാറ്റേണിൽ വരാവുന്ന, ചോദിക്കാവുന്ന, മറ്റു പല പരീക്ഷകൾക്കും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കിലത്തെ ഈ ഒരു സ്ലൈഡ് അത്ര വിസിബിൾ അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് റീഡ് ചെയ്യും. നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: In which journal was Laura Mulvey's essay Visual Pleasure and Narrative Cinema first published? ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? സ്ക്രീനിലാണ് അല്ലെ? ഞാനത് അങ്ങോട്ട് നീട്ടി മാറ്റി എഴുതാം. നമ്മൾ ക്ലാസ്സിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ എന്ന് പറയുന്ന ജേർണലിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വരുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വരുന്നത് എവിടെയാണ്? സ്ക്രീനിലാണ്. സ്ക്രീൻ നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങ് നിങ്ങളൊന്ന് ആലോചിക്കുക. വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിലിം. ആൻഡ് ഒരു ഫിലിം നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നു. സോ അത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു വരുന്ന ജേർണലിന്റെ പേരെന്താണ്? സ്ക്രീൻ എന്നുള്ളതാണ്. അത് മൈൻഡിലേക്ക് നന്നായിട്ട് അടി ഉറപ്പിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. രണ്ടാമത്തത്, ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ 1972, 75, 81, 82 ആണുള്ളത്. വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഇയേഴ്സ് കൊടുത്തിരിക്കുന്നത്. മൈൻഡിലേക്ക് എടുക്കുക. എസ്സേ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ ഇയറും കൂടി അങ്ങ് പഠിച്ചു മാറ്റുക. 1975 1975 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പബ്ലിഷ് ചെയ്ത് വന്ന ജേർണൽ സ്ക്രീൻ, പബ്ലിഷിംഗ് ഇയർ 1975. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്രിട്ടിക്കുകളെ ആയിക്കോട്ടെ, കൾച്ചറൽ തിയറിസ്റ്റുകളെ ആയിക്കോട്ടെ, ഇവരെ നമ്മൾ ശരിക്കും ഒന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്ന് പറയാറുണ്ട്, സൈക്കോ അനലിറ്റിക് ക്രിട്ടിക് എന്ന് പറയാറുണ്ട്. സോ മൾവേയെ നമ്മൾ ഏത് ഫ്രെയിമിലാണ് ഉൾപ്പെടുത്തുക? എസ്പെഷ്യലി ഫിലിം സ്റ്റഡീസുമായിട്ടും സൈക്കോ അനലിറ്റിക്കൽ തിയറീസുമായിട്ടും റിലേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേര് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണം. നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് വരാവുന്നതാണ്. സ്ട്രക്ചറലിസ്റ്റ് ക്രിട്ടിക് അല്ല, പോസ്റ്റ് കൊളോണിയൽ സ്കോളർ അല്ല, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ അല്ല. ദെൻ എന്താണ്? സൈക്കോ അനലിറ്റിക്. വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾ പതറരുത്. സൈക്കോ അനലിറ്റിക് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ആണ് അല്ലെ? സൈക്കോ അനലിറ്റിക് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് ആണ് നമ്മുടെ മൾവേ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കണം. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും പഠിക്കണം. അപ്പൊ ഇതിന്റെ രണ്ടിൽ എവിടെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനിയത്തെ ദിവസങ്ങൾ വളരെ നിർണായകമാണ്. നിങ്ങൾക്കറിയാം മെയ് ജൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പല ഗ്രൂപ്പുകളിലും നമ്മൾ മെസ്സേജ് കാണുന്നുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതെങ്കിലും അതിനു മുൻപേ വന്നാൽ, കൃത്യം 6 മാസം ടൈം ലൈനിൽ വന്നാൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ജാനുവരി 1 2026 പുതിയ വർഷമാണ്. ഇനി തൊട്ടുള്ള ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. യാതൊരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ഉള്ളിലേക്ക് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇനി which of the following terms is most closely associated with Laura Mulvey? മൾവേയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേം ഏതാണ്? മൾവേയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേം മെയിൽ ഗേസ് ആണ്. ഏതാണ്? മെയിൽ ഗേസ്. മെയിൽ ഗേസ് ആണ് മൾവേയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേം. നമ്മളത് എടുത്തു പറയുന്നുണ്ട് അല്ലെ എസ്സേയിൽ. ഇവിടുത്തെ സമ്മറിയിൽ തന്നെ, യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന സമ്മറിയിൽ തന്നെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. മെയിൽ ഗേസ് എന്ന് പറയുന്ന ടേം ആണ് മൾവേയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Okay, then very important question. Laura Mulvey as a film director എടുത്തു വെച്ചിരിക്കുന്ന അവാൻഗാർഡ് സ്റ്റൈലുള്ള ഫിലിംസിന്റെ പേര് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്.
അതിൽ 360 ഡിഗ്രി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റൈലുള്ള ഫിലിംസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴെല്ലാം അവർക്ക് സ്ട്രോങ് ആൻഡ് സപ്പോർട്ട്, വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിന്ന അവരുടെ ഹസ്ബൻഡിന്റെ പേര് ആണ് പലപ്പോഴും ഫിലിംസിൽ കോ ഡയറക്ടർ ആയിട്ട് വരുന്നത്. എന്താണ് പേരെന്താണ്? പീറ്റർ വോളൻ. പേരെന്താണ്? പീറ്റർ വോളൻ എന്ന് പറയുന്ന പേരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ലോറ മൾവി വാസ് ഓൾസോ എ ഫിലിം മേക്കർ ഓഫ്റ്റൻ കൊളാബറേറ്റിംഗ് വിത്ത് പീറ്റർ വോളൻ എന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നീട് Mulvey's essay, Visual Pleasure and Narrative Cinema, is considered foundational in which field? ഏത് ഫീൽഡിലാണ്? ഫെമിനിസ്റ്റ് ഫിലിം തിയറി. അതുവരെ ഫിലിം തിയറിയിൽ ഒരു ഫാലോസെൻട്രിക് ട്രഡീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവില് ഫെമിനിസ്റ്റ് ഫിലിം തിയറി കൊണ്ടുവരുന്നതാണ് മൾവേ. സോ ഫെമിനിസ്റ്റ് ഫിലിം തിയറി. ഇപ്പൊ ആദ്യത്തെ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? സ്ക്രീനിലാണ്, സ്ക്രീൻ എന്ന് പറയുന്ന ജേർണലിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നതെന്ന് കാണുന്നു. 1975 ആണ് ഇതിന്റെ പബ്ലിഷിംഗ് ഇയർ എന്ന് കാണുന്നു. സൈക്കോ അനലറ്റിക് ഫെമിനിസ്റ്റ് ഫിലിം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഫിലിം തിയറിസ്റ്റ് എന്നാണ് മൾവേ നമ്മൾ പറയുന്നതെന്ന് പറയുന്നു. പീറ്റർ വോളൻ ആണ് കോ ഡയറക്ടർ എന്ന് പറയുന്നു. മെയിൽ ഗേസ് ഇസ് ദ ടേം. നമ്മൾ ഈ ഒരു എസ്സേയെ പറ്റി പഠിക്കുമ്പോൾ മെയിൽ ഗേസ് ആണ് ടേം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ഫിലിം തിയറിയുമായിട്ടാണ് ദ ഹോൾ എസ്സേ എന്ത് ചെയ്തിരിക്കുന്നത്? റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോറി, നമ്മളിപ്പോ 6 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മൾവേസ് മെത്തേഡ് ഇൻ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ? ഈ പറയുന്നതിൽ ഇപ്പം കുറെ അപ്രോച്ചുകളുണ്ട് അല്ലെ. ലെക്കാനെ പറ്റി പറയുന്നുണ്ട്, ഫ്രൂയിഡിനെ പറ്റി പറയുന്നുണ്ട്, കുറെ ട്രഡീഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഏതാണ് ദ ബെസ്റ്റ് അപ്രോച്ച്? നമ്മളൊന്ന് സമ്മറി എടുക്കുകയാണ്, ഒന്ന് കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് അപ്രോച്ച് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മൾവേസ് മെത്തേഡ് ഇൻ വിഷ്വൽ പ്ലഷർ ആൻഡ് നറേറ്റീവ് സിനിമ? മാർക്സിസം ആണോ? നോ, മാർക്സിസ്റ്റ് സോഷ്യോളജി അല്ല. ഡീകൺസ്ട്രക്ഷൻ ഉണ്ട്, കുറച്ച് വരാം, പക്ഷെ പോസ്റ്റ് കൊളോണിയലിസമേ ഇല്ല. ഡീകൺസ്ട്രക്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പക്ഷെ നമ്മൾ ലാഫ് ഓഫ് ദി മെഡുസ എടുത്താൽ അതിൽ ഡീകൺസ്ട്രക്ഷൻ ഉണ്ട്. നിങ്ങളുടെ സിലബസിലുള്ള ലാഫ് ഓഫ് ദ മെഡുസ എടുത്താല് അതിൽ എന്തുണ്ട്? ഡീകൺസ്ട്രക്ഷൻ ഭയങ്കര എവിഡന്റ് ആയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഇലമെന്റ്സ് ഉണ്ട്, ഡീകൺസ്ട്രക്ഷന്റെ ഇലമെന്റ്സ് ഉണ്ട്. പോസ്റ്റ് കൊളോണിയലിസം ഇല്ല. പക്ഷെ നമ്മൾ എഗൈൻ നമ്മൾ ലാഫ് ഓഫ് ദി മെഡുസ, ഞാൻ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല, ഓരോ എസ്സേയും പഠിച്ചിട്ട് നമുക്ക് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ധാരാളമായിട്ട് ആപ്പിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു പേടിയും ഇല്ലാതെ, യാതൊരു ഭയാശങ്കകളും ഇല്ലാതെ തന്നെ പരീക്ഷയിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മൾവേസ് മെത്തേഡ്? ഇവിടെ പോസ്റ്റ് കൊളോണിയലിസം ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ സി നമ്മൾ വെട്ടിക്കളഞ്ഞു. ലിംഗ്വിസ്റ്റിക്സ് ഒന്നും അല്ല. സോ സെക്കൻഡ് ആൻസർ സൈക്കോ അനാലിസിസും, സൈക്കോ അനാലിസിസും ഒപ്പം ഫിലിം തിയറിയും മെമ്മറിയിലോട്ട് വേണേ. വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് നമ്മൾ കുറച്ചു മുമ്പും ഈ തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഏത് ടൈപ്പ് ഓഫ് ക്രിറ്റിക് ആണെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ ഇവിടെ സൈക്കോ അനലിറ്റിക് ഫെമിനിസ്റ്റ് ഫിലിം തിയറിസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം സൈക്കോ അനാലിസിസും ഉണ്ട്, ഒപ്പം തന്നെ ഫിലിം തിയറിയും വരുന്ന ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് മേജർ ഇൻഫ്ലുവൻസ് ഷേപ്ഡ് മൾവേസ് എസ്സേ അലോങ് വിത്ത് ഫ്രൂയിഡ്? ആരാണ്? ഫ്രൂയിഡിനൊപ്പം തന്നെ ലെക്കാനാണ് നമ്മൾ കാണുന്നത് അല്ലേ. ലെക്കാന്റെ മിറർ സ്റ്റേജ്, നമ്മൾ അതും ഈ യൂട്യൂബിൽ തന്നെ ആ ഒരു എസ്സേ ഡീമിസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. ലെക്കാന്റെ മിറർ സ്റ്റേജ് ഈസ് ഇമ്പോർട്ടന്റ്. ലെക്കാന്റെ മിറർ സ്റ്റേജ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വിച്ച് മേജർ ഇൻഫ്ലുവൻസ് ഷേപ്ഡ് മൾവേസ് എസ്സേ അലോങ് വിത്ത് ഫ്രൂയിഡ്? ആരാണ്? ലെക്കാനാണ്. ലെക്കാന്റെ ഏത് സ്റ്റേജ് ആണ്? മിറർ സ്റ്റേജ് അല്ലെ. നമ്മൾ പറഞ്ഞു ഈഗോ ഡെവലപ്പിങ്ങും ഒക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ലെക്കാന്റെ മിറർ സ്റ്റേജ് ആണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി ലോറ മൾവേ അപ്ലൈസ് വിച്ച് തിയറി ടു സിനിമ? സിനിമയുമായിട്ട് ഏത് തിയറിയാണ് യൂസ് ചെയ്യുന്നത്? ഏത് തിയറിയാണ് ഫിലിമിലേക്ക് യൂസ് ചെയ്യുന്നത്? സ്ട്രക്ചറലിസം അല്ല, മാർക്സിസം അല്ല, പോസ്റ്റ് കൊളോണിയലിസം അല്ല, ഇറ്റ് ഈസ് സൈക്കോ അനാലിസിസ്. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പം പിന്നെ നമുക്കറിയാം, ഓക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്, പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ സൈക്കോ അനാലിസിസ് ആണ് ഫിലിം തിയറിയിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? സൈക്കോ അനാലിസിസ്. ഫ്രൂയിഡിന്റെ സൈക്കോ അനാലിസിസിനൊപ്പം തന്നെ ലെക്കാന്റെ മിറർ സ്റ്റേജും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മൈൻഡിലേക്ക് എടുക്കേണ്ട വസ്തുതയാണ്. ഓക്കെ,
പിന്നെ അക്കോർഡിംഗ് ടു മൾവേ സിനിമ പ്രൊഡ്യൂസേഴ്സ് പ്ലഷർ ഏതൊക്കെ മെത്തേഡിലാണ്, ഇപ്പൊ മൾവേ അക്കോർഡിംഗ് ടു മൾവേ ഏതൊക്കെ മെത്തേഡിലാണ് സിനിമ ഒരു വ്യൂവറിന് പ്ലഷർ കൊടുക്കുന്നത്? സ്കോപ്പോഫീലിയ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ടേമിനെ വളരെയധികം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ തന്നെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. സ്കോപ്പോഫീലിയ പ്ലസ് ഐഡന്റിഫിക്കേഷൻ, സ്കോപ്പോഫീലിയ പ്ലസ് ഐഡന്റിഫിക്കേഷൻ ആണ് സ്കോപ്പോഫീലിയ. ഇത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ്. അക്കോർഡിംഗ് ടു മൾവേ സിനിമ പ്രൊഡ്യൂസേഴ്സ് പ്ലഷർ മെയിൻലി ത്രൂ സ്കോപ്പോഫീലിയ. സ്കോപ്പോഫീലിക് പ്ലഷർ ആണ് കേട്ടോ, സ്കോപ്പോഫീലിയ. ഇനി എന്താണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്? നമ്മൾ മറ്റൊരാളെ നോക്കി, മറ്റൊരു വസ്തുവിൽ മറ്റൊരാളെ നോക്കി പ്ലഷർ ഡിറൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഐറ്റം ഡാൻസ് എവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഫിലിമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഐറ്റം ഡാൻസ് കളിക്കുന്ന നായികയെ നോക്കുമ്പോൾ നമുക്ക് പ്ലഷർ കിട്ടുന്നത് അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത് മറ്റൊരാളെ നോക്കി നമുക്ക് പ്ലഷർ ഡിറൈവ് ചെയ്യുന്നത്. സ്കോപ്പോഫീലിയയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മൾവേ സിനിമ പ്രൊവൈഡ്സ് പ്ലഷർ മെയിൻലി ത്രൂ സ്കോപ്പോഫീലിയ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കോപ്പോഫീലിക് പ്ലഷർ അക്കോർഡിംഗ് ടു മൾവേ? മൾവേ പ്രകാരം എന്താണ് സ്കോപ്പോഫീലിക് പ്ലഷർ എന്നാണ്. ഇറ്റ് ഈസ് പ്ലഷർ ഇൻ ലുക്കിംഗ് അറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ നോക്കി അതിൽ നിന്ന് പ്ലഷർ ഡിറൈവ് ചെയ്യുന്നതിനെയാണ് സ്കോപ്പോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്കോ അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ആൻസറിന്റെയും PDF നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് വിസിബിലിറ്റി കുറവാണ് എനിക്കറിയാം, സോ നമ്മൾ അതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇൻ ദ സൈക്കോ അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് വിമൻ ഓൺ സ്ക്രീൻ എന്തുവാടെ കാണിക്കുന്നത്? നമ്മുടെ സൈക്കോ അനലിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ വിമൻ എന്ന് പറഞ്ഞാൽ കാസ്ട്രേഷനാ? ഇല്ല, ഇല്ല, ഫാലസ് റിമൂവ്ഡ് ആണ് കാസ്ട്രേഷൻ. ലാക്ക് ഓർ കാസ്ട്രേഷനാ കാണിക്കുന്നത്. ഇപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ സൈക്കോ അനലിറ്റിക് ഫ്രെയിംവർക്ക് വിമൻ ഓൺ സ്ക്രീൻ ഓഫ്റ്റൻ റെപ്രസെന്റ്സ് ലാക്ക് അല്ലെങ്കിൽ കാസ്ട്രേഷൻ ആൻസൈറ്റി, ലാക്ക് ഓഫ് ഫാലസ് ആണ് കാണിക്കുന്നത്. ഇനി ഇത് അറിഞ്ഞില്ലെങ്കിലും എലിമിനേഷൻ മെത്തേഡിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാം. പവർ ആൻഡ് അതോറിറ്റി ആണോ? അല്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലും പവർ ഉണ്ടെന്നാണോ അവിടെ പറയുന്നത്? അല്ല. നോളജ് ആൻഡ് വിസ്ഡം ഉണ്ടെന്നാണോ പറയുന്നത്? അതുമല്ല. ഫ്രീഡം ആൻഡ് ലിബറേഷൻ സ്ത്രീകൾക്കോ സിനിമയിലോ? ഒരിക്കലും ഇല്ല. സോ ഒന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് ഒരു സാമാന്യ യുക്തി വെച്ച് ആ ആൻസറിലോട്ട് എത്താൻ പറ്റും. അതിന്റെ അകത്ത് ലാക്ക് ഓർ കാസ്ട്രേഷൻ ആൻസൈറ്റി, ദേ ആർ ഇൻഹെറന്റ്ലി ലാക്കിംഗ് എന്നാണ് സിനിമ പറയുന്നത്. സിനിമ പറയുന്നത് ദേ ആർ ഇൻഹെറന്റ്ലി ലാക്കിംഗ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് മെൻ ഇൻ ക്ലാസിക്കൽ സിനിമ അക്കോർഡിംഗ് ടു മൾവേ? ഒരു പുരുഷന്റെ റോൾ എന്താണ്? മെയിൽ ഗേസിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? മെയിൽ ഗേസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ബിയറർ ഓഫ് ദ ലുക്ക്. പുള്ളിയാണ് നോട്ടത്തിന്റെ കേന്ദ്രം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഫാന്റസീസിൽ വിമൻ അവിടെ പ്രത്യക്ഷപ്പെടണം. വിമൻ ആരാ? ലുക്കഡ് അറ്റ്നെസ്. നമ്മൾ അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ? ലുക്കഡ് അറ്റ്നെസ്, നോക്കപ്പെടാനുള്ള വസ്തുവാണ് സ്ത്രീ. ഫിലിമില് എന്താണ്? നോക്കപ്പെടാനുള്ള വസ്തുവാണ് സ്ത്രീ. പുരുഷന്മാരാണ് they are the active bearers of the look. ആ ഒരു ലുക്കിന്റെ ആക്റ്റീവ് ബിയറേഴ്സ് അവരാണ് ആക്റ്റീവ് ബിയറേഴ്സ് ഓഫ് ദ ലുക്ക്. അറ്റ് ദ സെയിം ടൈം സ്ത്രീകളെ നോക്കപ്പെടാനുള്ള എന്തോ ഒരു സാധനമാണ്. ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മെൻ ഇൻ ക്ലാസിക്കൽ സിനിമ? ക്ലാസിക്കൽ സിനിമയിൽ എന്താണ് സ്ത്രീകളുടെ റോള് എന്നാണ്. റോൾ ഓഫ് മെൻ, പുരുഷന്റെ. തെറ്റരുത്, ഒരു കുഞ്ഞു തെറ്റുമതി നമ്മുടെ ആൻസർ പോവാൻ. ഓക്കെ, പാസീവ് ഇറോട്ടിക് സ്പെക്ടക്കിൾ. ആരാ? വളരെ പാസീവായിട്ട് ഇറോട്ടിക് ആയിട്ടുള്ള ഒരു സ്പെക്ടക്കിൾ ആണോ? അല്ല. മാർജിനൽ ആൻഡ് സെക്കൻഡറി ആണോ? പുരുഷൻ അല്ല. സിമ്പിൾ ഓഫ് ലാക്ക്, അത് പുരുഷനല്ല, സ്ത്രീയാണ് ഫിലിമില്. സോ ഓപ്ഷൻ ബി, ആക്റ്റീവ് ബിയറർ ഓഫ് ദ ലുക്ക്. ലുക്കിന്റെ ആക്റ്റീവ് ബിയറർ, ആക്റ്റീവ് മെയിൽ ഗേസാ. അപ്പൊ ആക്റ്റീവ് ബിയറർ ഓഫ് ദി ലുക്ക് ആണ് ആര്? പുരുഷൻ. സ്ത്രീയോ? ലുക്കഡ് അറ്റ്നസ് ആണ്, നോക്കപ്പെടാനുള്ള വസ്തുവാണ്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് മെൻ ഇൻ ക്ലാസിക്കൽ സിനിമ അക്കോർഡിംഗ് ടു മൾവേ? ഹി ഈസ് ദി ആക്റ്റീവ് ബിയറർ ഓഫ് ദ ലുക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which two strategies does mainstream cinema use to handle the threat of the female image? ഫീമെയിൽ ഇമേജിന്റെ ആ ഒരു ത്രെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് മെയിൻ സ്ട്രീം സിനിമ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണുമ്പോഴേ ഓപ്ഷനിലോട്ട് ഹിറ്റ് ചെയ്തിരിക്കണം.
വോയറിസം ആൻഡ് ഫെറ്റിഷം. ഓക്കെ, ഇതിന്റെ അകത്ത് വോയറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നു. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്റൻസ് സെക്ഷുവൽ എറോസൽ ഓർ ഫിക്സേഷൻ, നമ്മുടെ നോൺ ജെനൈറ്റൽ പാർട്ട് കണ്ടിട്ടുള്ള ആ ഒരു മറ്റേത് ഭാഗവും കണ്ടിട്ട്, കാല് കണ്ടിട്ടോ മുടി കണ്ടിട്ടോ ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമ്മറിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ടേംസും ഉൾപ്പെടെ ഈ ഒരു ചാനലിൽ തന്നെ സമ്മറിയിൽ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പിന്നെ ചിന്തിക്കേ വേണ്ട, ഇതാണ് ആൻസർ എന്നുള്ള രീതിയിൽ തന്നെ ഹിറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അത്തരത്തിലുള്ള സ്കോപ്പോഫീലിയക്ക് എക്സാമ്പിൾ ഏതാണ്? ഓക്കെ, ഈ വോയറിസം ഫെറ്റിസം തുടങ്ങിയതിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേൺബർഗിന്റെ ഫിലിം നമ്മൾ എസ്സേയിൽ എടുത്തു പറയുന്നു. സ്റ്റേൺബർഗിന്റെ ഫിലിമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എന്തിന്റെ ഫിലിമാണ്? സ്റ്റേൺബർഗിന്റെ ഫിലിമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഈ സാഡിസ്റ്റിക് ലുക്കിംഗ്, ഇതൊക്കെ എസ്സേയിലുള്ളതാണ്. നമ്മൾ അതിന്റെ കീ പോയിന്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സാഡിസ്റ്റിക് ലുക്കിംഗ് ഒരു വല്ലാതെ എന്താ ഫ്രജൈൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ സീക്രട്ട് ആയിട്ട് സ്ത്രീകളെ വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്ത്രീകളെ വളരെ വൾണറബിൾ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഏത് ഡയറക്ടറിന്റെ ഫിലിമിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. സ്റ്റേൺബർഗിന്റെ ഫിലിമും ഹിച്ച്കോക്കിന്റെ ഫിലിംസും ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിമനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് പഠിക്കാതെ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോവുകയേ ചെയ്യരുത്. നിങ്ങൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്നവരടുത്താണെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഗ്രാഹ്യം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് കൾച്ചറൽ സ്റ്റഡീസും ക്രിറ്റിസിസും ഒക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ആപ്പിൽ എടുക്കുന്നത്. നമ്മൾ വിഷ്വൽ പ്ലഷറിന്റെ ക്ലാസ്സുകളാണ് ഇൻ ആപ്പിൽ നെക്സ്റ്റ് വീക്കിൽ കയറാൻ പോകുന്നത്. ലാഫ് ഓഫ് ദ മെഡൂസ ഗോയിങ് ആണ്. നമ്മൾ സോഴ്സ് എസ്സേ അസച്ച് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റ്സ് യാതൊരു ഡൗട്ടും ഇല്ലാതെ കിട്ടത്തുള്ളൂ. സോ ഇവിടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെതാണ് വോയറിസം ഒക്കെ കാണിക്കുന്ന ഫിലിംസ് എന്ന് പറയുന്നത്. സ്റ്റേൺബർഗിന്റെ ആണ് സ്കോപ്പോഫീലിക് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു മൾവേ ദ 3 ലുക്സ് ഇൻ സിനിമ, സിനിമയിൽ 3 തരം ലുക്ക് ഉണ്ട്. ഒന്ന് ക്യാമറയുടെ പിറകിലുള്ള ആളുടെ ലുക്ക് ഉണ്ട്, അല്ലെ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ ലുക്ക് ഉണ്ട്. രണ്ടാമത്തത് ഓഡിയൻസിന്റെ ലുക്ക് ഉണ്ട്, ഓഡിയൻസ്. ദെൻ ക്യാരക്ടേഴ്സ്. നോക്കിക്കേ, ഒരു ഫിലിമില് നായിക ഐറ്റം ഡാൻസ് കളിക്കുന്നു, നായകൻ തന്നെ ഒരു സ്കോപ്പോഫീലിക് പ്ലഷറിലാണ് നോക്കുന്നത്. അപ്പൊ ക്യാരക്ടറിന്റെ നോട്ടമുണ്ട്. ക്യാമറയുടെ പുറകിലുള്ള ആള് ചില പ്രത്യേക ബോഡി പാർട്സ് മാത്രം സൂം ചെയ്യുന്നു, അപ്പൊ ക്യാമറയുടെ ലുക്ക് ഉണ്ട്. അതിനോടൊപ്പം ഇത് കാണുന്ന ഒരു മെയിലിന് എന്ത് ചെയ്യുന്നു, ഇറോസൽ ഉണ്ടാവുന്നു. അപ്പൊ ഓഡിയൻസിന്റെ ലുക്ക് ഉണ്ട്. അപ്പൊ 3 ലുക്കാ ഉള്ളത്. ഓർത്തിരുന്നോണെ, അക്കോർഡിംഗ് ടു മൾവേ ദ 3 ലുക്സ് ഇൻ സിനിമ, സിനിമയിലെ 3 ലുക്കുകൾ ഏതൊക്കെയാണ്? ക്യാമറയുടെ പുറകിലെ ലുക്ക്, ഓഡിയൻസിന്റെ പുറകിലെ ലുക്ക്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് തമ്മിൽ നോക്കുന്നത്, അല്ലെ, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഹൈറാർക്കിയുടെ ആ ഒരു പ്രശ്നം. അപ്പൊ ഇത് 3 കൃത്യമായിട്ട് പഠിച്ചോണം. ഒരു മാർക്കും ആർക്കും കൊടുക്കണ്ട, ജനറൽ പേപ്പറിന് ഒന്നും കൊടുക്കണ്ട, കോറിന് ഒന്നും കൊടുക്കണ്ട. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രീമാണ് നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, അക്കോർഡിംഗ് ടു മൾവേ ദ 3 ലുക്സ് ഇൻ സിനിമ ആർ, ഏതൊക്കെയാണ്? ക്യാമറ, ഓഡിയൻസ്, ക്യാരക്ടേഴ്സ്, വേറെ ഒന്നുമില്ല. ഓക്കെ, CAC എന്ന് പഠിച്ചാൽ മതി. CAC, ക്യാമറ, ഓഡിയൻസ് ആൻഡ് ക്യാരക്ടേഴ്സ്. CACയുടെ ലുക്കാണ് പുറകുവശത്ത് ഉള്ളത് എന്ന് ഓർത്തിരിക്കാം. ആൻഡ് വാട്ട് ഈസ് മൾവേസ് ഫേമസ് റാഡിക്കൽ കോൾ ഇൻ ദി എസ്സേ? എസ്സേയിൽ ഭയങ്കര റെവല്യൂഷണറി ആയിട്ട് പറയുന്നുണ്ട്, പുരുഷന്മാര് ഇങ്ങനെ സ്ത്രീകൾ കാണിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും പ്ലഷർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അവരുടെ വിഷ്വൽ പ്ലഷർ നമ്മൾ എന്ത് ചെയ്തേക്കുക, അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ റാഡിക്കൽ റീകോൾ ഇൻ മൾവേസ് എസ്സേ. എന്തുവാണ് ഓപ്ഷൻ? എന്താണ്? ടു ഡിസ്ട്രോയ് ദ വിഷ്വൽ പ്ലഷർ. ഈ പറയുന്ന ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പ്ലഷർ എന്താണോ അതിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക, അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരിക്കുക. ഓക്കെ, അതിനെ എന്ത് ചെയ്തിരിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക. ദാറ്റ് ഈസ് ദ റാഡിക്കൽ കോൾ ഇൻ ദ എസ്സേ ടു ഡിസ്ട്രോയ് വിഷ്വൽ പ്ലഷർ എന്നാണ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ക്വസ്റ്റ്യൻസ്. ബാക്കി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് ശരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഫെബ്രുവരി എൻഡോട് കൂടി നമ്മൾ ക്വിസിറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്ക്ലൂസീവ് മെറ്റീരിയൽ ആണ് ക്വിസിറ്റ്, അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് മറ്റു സ്റ്റുഡൻസിനും വാങ്ങാം. നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ ആദ്യത്തെ 4 ബാച്ച് വരെയുള്ള സ്റ്റുഡൻസിന് നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ ഷിപ്പിംഗ് മാത്രം ബിയർ ചെയ്താൽ മതിയാവും. മറ്റു സ്റ്റുഡൻസിന് ഹാഫ് പ്രൈസിൽ
അത് വേണമെങ്കിൽ, നമുക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. സോ ക്വിസിറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, 100 മോഡൽ എക്സാം സീരീസുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. മറ്റ് ആരും ചെയ്യാത്തതുപോലെ HSST പ്രിപ്പറേഷൻ നമ്മുടെ കുട്ടികൾ തന്നെ ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നതും ഒക്കെ. സോ ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഇന്ന് തൊട്ട് 6 ദിവസം നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം അധ്യാപകർ നയിക്കുന്ന ക്വസ്റ്റ്യൻ സീരീസുകളാണ്. കൾച്ചറൽ സ്റ്റഡീസ് ഇന്ന് കഴിഞ്ഞ തവണ 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ആ റേഞ്ചിലാണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റു ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ജനറൽ പേപ്പറിന്റെ ഒക്കെ PYQ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ കിട്ടിയാലും അതൊക്കെ എടുക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. ഒരിക്കലും പരീക്ഷയ്ക്ക് മുൻപേ നിങ്ങളെ തോൽപ്പിക്കരുത്. ഞാനത് എപ്പോഴും പറയും, എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയും, നിങ്ങളെ കൊണ്ട് പറ്റും. 5 or 6 മാസത്തെ കാര്യമാണ് അല്ലെ. നമ്മൾ ഈ 10-30 വയസ്സ് വരെ ജീവിച്ചിട്ട് നമ്മൾ ഭീകരമായ അച്ചീവ്മെന്റ്സ് നേടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇനിയത്തെ 6 മാസം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഇനിയത്തെ 6 മാസം നമ്മൾ HSSTക്ക് വേണ്ടി തീവ്രമായിട്ട് പഠിക്കുക. VHSC വിളിക്കില്ലെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഇപ്പൊ VHSCയുടെ തന്നെ 1-2 നോട്ടിഫിക്കേഷൻസ്, ഇംഗ്ലീഷ് അല്ല മറ്റ് സബ്ജക്ട്സിന്റെ ഔട്ട് ആവുന്ന സ്ഥിതിക്ക് സെയിം സിലബസ് നമുക്ക് ഒരു എക്സാം കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. ലൈവ് ക്യാൻസൽ ആയെങ്കിലും ഇന്ന് ഈ സീരീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് ഇതൊരു വർഷത്തിന്റെ തുടക്കമല്ലേ. നമ്മൾ പലപ്പോഴും നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാവാം, പക്ഷേ തോറ്റു കൊടുക്കാതിരിക്കുന്നിടത്താണ് നമ്മുടെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത്. ഈ വർഷം നിങ്ങൾക്കും അതുപോലെ സ്ട്രഗിൾസ് വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കാലുകൾ കുറച്ചുകൂടി സ്ട്രോങ് ആവണം അല്ലെ. നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ അത് കുറച്ചുകൂടി സ്ട്രോങ് ആവണം എന്നാണ്. എല്ലാവർക്കും ഒരു നല്ല വർഷവും ഒപ്പം ഇനിയത്തെ ഒരാഴ്ച ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുന്ന സെഷൻസ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.